ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി മാസം 5-ാം തീയതി ഡൽഹിയിലെ വോട്ടർമാർ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഡൽഹിയുടെ നിയമസഭ തന്നെ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഒരു പ്രത്യേക ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 239AA അതനുസരിച്ചാണ് ഡൽഹിക്ക് 1992 മുതൽ ഒരു നിയമസഭ സാധ്യമായത്. അവിടെ ആദ്യം BJPക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തേർവാഴ്ചയായിരുന്നു 3 ടേം തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായി ഒരുപാട് വികസനങ്ങൾ നടന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ ഏതാണ്ട് പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ്. ഡൽഹിയിൽ നിന്നും പാർലമെന്റിലേക്ക് 7 സീറ്റുകളിൽ ഒന്നുപോലും കോൺഗ്രസിന്റെ കിട്ടിയില്ല. നിയമസഭയിലേക്കുള്ള 70 സീറ്റുകളിൽ ഒന്നുപോലുമില്ല. 2020 തെരഞ്ഞെടുപ്പിലും 2015 തെരഞ്ഞെടുപ്പിലും സംപൂജ്യരായി മാറി കോൺഗ്രസ് പാർട്ടി. അത്രയ്ക്ക് ദുർബലമായി മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ ഡൽഹിയിലെ സംഘടനാ സംവിധാനം. കേവലം 4.38% വോട്ട് ഷെയർ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മത്സരിച്ച് ആം ആദ്മിയുടെ കൂടെ ബലത്തിൽ ഒരു 10-12% വോട്ട് നേടിയെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏതാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2024-ലെയും 2019-ലെയും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഡൽഹി അസംബ്ലി തീർത്തും അടക്കി വാഴുമ്പോഴും എല്ലാ സീറ്റുകളും BJPക്ക് പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് BJPക്ക് ലോക്സഭയിലേക്കും ആം ആദ്മി പാർട്ടിക്ക് നിയമസഭയിലേക്കും ഏറെക്കാലമായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഡൽഹിയിലെ ജനം വോട്ട് ചെയ്യുന്നു. ഇതാണ് ഡൽഹിയുടെ രാഷ്ട്രീയ ചിത്രം. ഈ ചിത്രത്തിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആതിഷി മർലേന എന്ന മുഖ്യമന്ത്രിയെയും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെയും നമ്മൾ വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ആം ആദ്മി പാർട്ടി വാസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ, അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുനാഥൻ, സാമൂഹ്യ ഗുരുനാഥൻ റാളെ ഗവോൺ സിദ്ധിയിൽ നിന്നുള്ള സിദ്ധനായ അണ്ണാ ഹസാരെ തുടങ്ങി വെച്ച പോരാട്ടം, 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്ന് വേണ്ട മൻമോഹൻ സിംഗിന്റെ 2ാം പ്രധാനമന്ത്രി ഊഴത്തിലെ ഭരണകൂടം അടിമുടി കറപ്റ്റായിരുന്നു. ആ ഭരണകൂടത്തിലെ ഘടകകക്ഷികളുടെ മന്ത്രിമാർ അവരവരുടെ വകുപ്പുകൾ സ്വകാര്യ സാമ്രാജ്യങ്ങളായി വെച്ചിരുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഇന്ത്യയുടെ ഒരു സിവിൽ സൊസൈറ്റി, അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പൗരസമൂഹം, അത് ഡൽഹിയിലെ മധ്യവർഗവും ചിന്തകന്മാരും എല്ലാം ചേർന്ന് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിൻ്റെ ഗുണഭോക്താവായത് ഞാൻ അരാഷ്ട്രീയവാദിയാണ് എന്ന് ആദ്യം പറഞ്ഞു നടന്ന കേജ്രിവാൾ തന്നെയാണ്. രാഷ്ട്രീയം അണ്ണാ ഹസാരെ ഉപേക്ഷിച്ച് തൻ്റെതായ പാത വെട്ടി തുറന്നുകൊണ്ട് അദ്ദേഹം കുറച്ചു പേരെ കൂടെ നിർത്തി. കിരൺ ബേഡി എന്ന പോലീസ് ചീഫ്, വിഖ്യാത വനിതയാണ്, അദ്ദേഹത്തെ കൂടെ നിർത്തി. യോഗേന്ദ്ര യാദവ് എന്ന തിരഞ്ഞെടുപ്പ് വിശകലന വിശാരദനെ കൂടെ നിർത്തി. കുമാർ ബിശ്വാസ് എന്ന താരത്തെ കൂടെ നിർത്തി എന്ന് വേണ്ട ഒരുപാട് ഡൽഹിയിലെയും ദേശീയ തലത്തിലെയും അറിയപ്പെടുന്ന മുഖങ്ങൾ. ഒരു പുതിയ പരീക്ഷണം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടി. അപ്പൊ അതിന്റെ പിൻബലം എന്താണ്? ആം ആദ്മി സാധാരണക്കാരാണ്, മധ്യവർഗമാണ്. അവർക്ക് വെള്ളം, വെളിച്ചം, വിദ്യാഭ്യാസം, ആരോഗ്യം വളരെ തുച്ഛമായ ചെലവിൽ അല്ലെങ്കിൽ ചെലവില്ലാതെ ലഭിക്കുമെന്ന ഉറപ്പ്, ആ ഉറപ്പ് ആം ആദ്മി പാർട്ടിക്ക് പാലിക്കാനുമായി ആദ്യ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വരവറിയിച്ചു. 28 സീറ്റുമായി ഭരണത്തിലെത്തി. കോൺഗ്രസിന്റെ കൂടെ പിന്തുണയോടുകൂടി ഭരണത്തിലെത്തി. പക്ഷേ അത് അല്പായുസായ ഗവൺമെന്റ് ആയിരുന്നു 2013-ലെ ഗവൺമെന്റ്. അതിനുശേഷം താഴെ വീണു. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ ആം ആദ്മി പാർട്ടിക്ക് നിയമസഭയിൽ ഡൽഹിയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2015-ലെ തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റുകളുമായി പാർട്ടി വെന്നിക്കൂടി പാറിച്ചു. BJP 3 സീറ്റിലേക്കും കോൺഗ്രസ് 0-ലേക്കും ഒതുങ്ങി. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം നിലനിർത്താനായി വിത്ത് റെഡ്യൂസ് മാർജിൻ, അപ്പോഴും ഭീമമായ മാർജിനാണ്, 62 സീറ്റുകൾ 70-ൽ, 8 സീറ്റുകൾ BJPക്ക്. കോൺഗ്രസ് അപ്പോഴും 0-ൽ നിന്നും മാറാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് ബദലില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേജ്രിവാൾ അല്ലാതെ ഒരു പേര് ഡൽഹിക്കാർക്ക് ചിന്തിക്കാനില്ല. അതിപ്പോഴും അങ്ങനെയില്ല. ആതിഷി മർലേന മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴും അവർ മുഖ്യമന്ത്രിയെ തുടരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. താനൊരു താൽക്കാലിക മുഖ്യമന്ത്രി മാത്രമാണ്. അരവിന്ദ് കെജ്രിവാൾ
തന്റെ സിംഹാസനം വോമായി ഇട്ടേക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിയോഗിച്ച കേവലം പകരക്കാരി മാത്രമാണ് താൻ എന്നതിനപ്പുറത്തേക്ക് അതിഷിയും പറഞ്ഞിട്ടില്ല. അതിഷിയുടെ പ്രതിച്ഛായ വളരെ മെച്ചമാണ്. അഴിമതി ആരോപണങ്ങളൊന്നും പെട്ടിട്ടില്ല. അതിഷിയാണെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം സമാഹരിക്കുന്ന തിരക്കിലാണ്. നോക്കൂ, പണത്തെക്കുറിച്ച് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ഫോർട്ടെ അല്ലെങ്കിൽ പിൻബലം എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാണ്. അങ്ങനെയാണല്ലോ ഈ പാർട്ടി തന്നെ ഉണ്ടായത്. പക്ഷേ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. അവർക്കെതിരെയുള്ള കേസുകൾ അതിൽ സത്യാവസ്ഥയുണ്ട് എങ്കിൽ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി യാഥാർത്ഥ്യമാണെങ്കിൽ അത് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക്. ആം ആദ്മി പാർട്ടി പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞ് തുടങ്ങുകയും ശരാശരി രാഷ്ട്രീയക്കാരിൽ നിന്നും താൻ വ്യത്യസ്തനാണ് എന്ന് കേജ്രിവാൾ ജനത്തോട് പറഞ്ഞപ്പോൾ ജനം അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. പക്ഷെ സാധാരണ രാഷ്ട്രീയക്കാരന്റെ എല്ലാ ചാബല്യങ്ങളും, എല്ലാ ചാഞ്ചാട്ടങ്ങളും, എല്ലാ മെയ്വഴക്കവും ഒരുപോലെ കാട്ടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ശരാശരി രാഷ്ട്രീയക്കാരൻ, തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് കേജ്രിവാൾ എന്ന് അദ്ദേഹം തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം കോൺഗ്രസുമായി ഒരു നീക്കുപോക്കുമില്ല എന്ന് പറഞ്ഞ് പിന്നീട് കോൺഗ്രസുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കി ഭരണത്തിലേറി. പിന്നീട് കോൺഗ്രസുമായി കൂട്ടുവെട്ടി വീണ്ടും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസുമായി ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ജയിൽ മോചിതനായി വന്നപ്പോൾ കോൺഗ്രസ് ആണ് ഏറ്റവും അധികം ആവേശത്തോടു കൂടി ആം ആദ്മി നേതാവിനെ സ്വീകരിച്ചത്. ഇപ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഒട്ടുമില്ലാത്ത ഒരാൾ എന്ന നിലയിലാണ് കേജ്രിവാളിനെ ഇപ്പോൾ കാണുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രമസമാധാനം ഒഴിച്ച് ഈ നിർഭയ കേസാണല്ലോ ഒരു വഴിത്തിരിവായത്. ഡൽഹിയിലെ സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ ഉള്ള അന്തരീക്ഷമില്ല, സുരക്ഷയില്ല എന്ന കാരണമായിരുന്നല്ലോ ഷീല ദീക്ഷിതിന്റെ പുറത്താകൽ കലാശിച്ചത്. പക്ഷെ ഇപ്പോഴും ഡൽഹിയിലെ ക്രമസമാധാന നില അത്ര മെച്ചമെന്ന് പറയാനാവില്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആം ആദ്മിക്കും കാര്യമായി ഒന്നും ചെയ്യാനായിട്ടില്ല. എത്ര കാലം കേന്ദ്ര വിരുദ്ധത പറഞ്ഞ് മുന്നോട്ട് പോകാനാവും? എത്ര കാലം BJP വിരുദ്ധതയോ മോദി വിരുദ്ധതയോ പറഞ്ഞ് മുന്നോട്ട് പോകാനാവും? അതുകൊണ്ട് പുതുമയുള്ള ഒന്നും തന്നെ ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിൽ നൽകിയ പ്രതീക്ഷകളല്ലാതെ പുതിയതായി ഒന്നും തന്നെ പറയാൻ ആം ആദ്മി പാർട്ടിക്ക് ആവനാഴിയിൽ ഒന്നുമില്ല. ആകെപ്പാടെ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മിയും ഒക്കെ പറയുന്നത് സ്ത്രീകൾക്ക് 2500 രൂപ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. മഹാരാഷ്ട്രയിൽ BJP പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നല്ലാതെ യാതൊരു രീതിയിലും പുതിയ ഒരു കാര്യവും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് വോട്ടർമാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, BJP നഷ്ടപ്പെട്ട ഒരു വോട്ട് ഷെയർ ചെറുക്കെ തിരിച്ചു പിടിക്കുകയാണ്. ഏത് സമയത്തും, എത്ര ദുർഘടമായ സമയത്തും BJPക്ക് ഡൽഹിയിൽ 30% വോട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38% വോട്ടുണ്ട്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 56% വോട്ടോടുകൂടി ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് ജയിച്ചു. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ തീർത്തും ദുർബലമായതുകൊണ്ടാണ് സംഭവിച്ചത്. ഏതാണ്ട് ആം ആദ്മി പാർട്ടി വേഴ്സസ് BJP എന്ന ഒരു ഡയറക്ട് ഫൈറ്റിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി നീങ്ങിയതുമാണ്. പക്ഷെ ഇപ്രാവശ്യം കോൺഗ്രസ് പ്രതീക്ഷയോടെ നോക്കുന്നു. കേജ്രിവാളിനെതിരെയുള്ള ആന്റി ഇൻകംബൻസിയുടെ ചെറിയ പ്രയോജനമെങ്കിലും ലഭിക്കുമോ എന്നറിയാനാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത്. പക്ഷെ വിജയിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനും ഉണ്ടെന്ന് തോന്നില്ല. നില മെച്ചപ്പെടുത്തി ഏതാനും സീറ്റുകളിലേക്ക് 0 നിന്നും എന്ത് ലഭിച്ചാലും കോൺഗ്രസിന് അത് തീർച്ചയായും വിജയം തന്നെയാണ്. ഭരിക്കാനൊന്നുമുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷെ പലരും കരുതുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്രാവശ്യം ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ്. അതിന് പ്രധാന കാരണം ആം ആദ്മി പാർട്ടിക്കെതിരെയും കേജ്രിവാളിനെതിരെയും നടന്ന ഒരു വലിയ തോതിലുള്ള ക്യാമ്പയിൻ, അതിൽ സത്യമുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നു. അതിൽ അഴിമതി ആരോപണങ്ങൾ എന്ത് തന്നെയാണേലും ശീഷ് മഹൽ വിഷയം ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. അതായത് ഔദ്യോഗിക മന്ദിരത്തിന് മോടി കൂട്ടാനായി കോടികളാണ് ചെലവഴിച്ചത്. അപ്പൊ ഇത് ഏറ്റവും ലാളിത്യത്തോടു കൂടി ഒരു വാഗനാർ കാറിൽ മാത്രം സഞ്ചരിച്ച് സാധാരണ ഉടുപ്പിട്ട് നടക്കുന്ന, സാധാരണ ചെരുപ്പിട്ട് നടക്കുന്ന കേജ്രിവാൾ എന്ന ആം ആദ്മി, അദ്ദേഹത്തിന് ആർഭാടങ്ങൾ വേണം. അദ്ദേഹത്തിന്റെ ഭവനത്തിന്, ഔദ്യോഗിക ഭവനത്തിന് മോടി കൂട്ടണം 4 കോടിയുടെ കഷ്ടനാണ് വാങ്ങിച്ചിട്ടെന്നാണ് പറയുന്നത്. അപ്പൊ എത്ര കോടികളാണ് ചെലവഴിച്ചത് മന്ദിരം മോടി പിടിപ്പിക്കാൻ? അപ്പൊ ഇതൊക്കെ ജനം നേരിട്ട് കാണുകയാണ്. അപ്പോൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്ന രീതിയിലാണ് ആം ആദ്മിയുടെ പോക്ക്. അതിൽ ഖിന്നരായ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട്. അപ്പൊ ഡബിൾ എഞ്ചിൻ എന്ന രീതിയിലുള്ള പ്രചരണം BJPയുടെ ഭാഗത്തുണ്ട്. ഹരിയാനയിൽ വിജയിച്ച തന്ത്രം ഹരിയാനയുടെ പ്രാന്തപ്രദേശമായ ഡൽഹിയിലേക്കും എന്തുകൊണ്ട് വ്യാപിച്ചുകൂടാ? പക്ഷെ എക്കാലത്തെയും ആം ആദ്മിയുടെ പിൻബലമായ മധ്യവർഗത്തിന്റെ ശക്തമായ പിന്തുണ തുടരാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഒരാവർത്തി കൂടി
ആം ആദ്മിക്ക് ജനം അവസരം നൽകിക്കൂടായികയല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റാണ് അവർക്ക് വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഫ്രീ ആയി വീട്ടുപടിക്കൽ എത്തിച്ചത്. അത് മറന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പിന്തുണയുമുണ്ട്. പിന്നെ പഞ്ചാബിൽ ആം ആദ്മിയുടെ സർക്കാരുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്ന നിലയിൽ വളരാനുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ഇപ്പോൾ ആം ആദ്മിയുടെ ഗ്രാഫ് ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നും താഴേക്കുള്ള പടിയിറക്കത്തിന്റെ സ്റ്റേജിലാണ് എല്ലായിടത്തും, പഞ്ചാബിൽ ഉൾപ്പെടെ മറ്റെല്ലായിടത്തും. അതുകൊണ്ട് കേജ്രിവാളിന് 1-2 വർഷം മുൻപുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ, ഒരു അജയ്യത ഉണ്ടെന്ന് കരുതാനാവില്ല. ഒരുപാട് പ്രതിബന്ധത്തിന് മധ്യയാണ് കേജ്രിവാൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ BJP, കോൺഗ്രസ്, ആം ആദ്മി എന്നിങ്ങനെയുള്ള 3 പാർട്ടികളുടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് പൊതുവെ പറയാമെങ്കിലും BJPയും ആം ആദ്മിയും തമ്മിലുള്ള കടുത്ത മത്സരം നടക്കുന്നു. കോൺഗ്രസ് പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് പ്രയോജനമാകുന്നത് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ തർക്കമുണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാവിയെക്കുറിച്ച് പോലും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മഹാരാഷ്ട്രയിൽ ശരത് പവാർ സ്വല്പം പിണങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അലോസരം സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് RSSനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള RSSന്റെ ചില രീതികൾ സ്വീകാര്യമാണ് എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ വലിയ തോതിലാണ് ഇന്ത്യ മുന്നണിയിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. കെജ്രിവാൾ പറയുന്നു തനിക്ക് കോൺഗ്രസുമായി യാതൊരു നീക്കുപോക്കുമില്ല, താൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്നും മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുമുള്ള പിന്തുണ തീർച്ചയായും കേജ്രിവാളിനുണ്ട്, അത് കോൺഗ്രസിനല്ല. അപ്പൊ കോൺഗ്രസ് സ്വല്പം ബാക്ക് ഫുട്ടിൽ തന്നെയാണ്. ഘടകകക്ഷികളെ വേണ്ട രീതിയിൽ കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതിൽ ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഘടകകക്ഷി ആം ആദ്മി തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് കേജ്രിവാളിന്റെ അറസ്റ്റ് സമയത്ത് കൊടുത്തതാണ്. എന്നിട്ടും അതിന് തിരിച്ചൊരു നന്ദി അദ്ദേഹം കാണിക്കുന്നില്ല എന്ന പരിഭവവും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഡൽഹി ഉദ്വേഗപൂർവമായ ഒരു നിലയിലേക്കാണ് നീങ്ങുന്നത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തും സംഭവിക്കാം.